പക്ഷെ ആ സമയത്താണ് എനിക്ക് എൻ്റെ ചേട്ടാനെ നഷ്ടപ്പെടുന്നത്. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് ഉള്ളിൽ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല ആ സമയത്ത് നമ്മളെ വീട്ടിൽ ആൾക്കാർ കാണാൻ വരുമല്ലോ, ആ കാണാൻ വന്നവർ പറഞ്ഞ കുറച്ച് വാക്കുകൾ ഇപ്പോഴും മനസ്സിൽ കിടക്കാറുണ്ട്. ഇത് ഞാൻ ഒരുപാട് പേരെടുത്ത് റിവീൽ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ആകെ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി രാമുവിൻ്റെ അടുത്ത് മാത്രമാണ്. പിന്നെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതിൽ കൂടെ നടന്നു പോയി ഞാൻ ആരെങ്കിലും പിടിച്ചോണ്ട് പോയാൽ പോലും ഞാൻ ആരും അറിയത്തില്ല, അത്രയ്ക്കും ഇരുട്ടും കാര്യങ്ങളാണ്. പക്ഷെ ഇത് കൂടാതെ ഞാൻ 5,000 റുപ്പീസ് വീട്ടിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഉണ്ടാവാറില്ല. വെള്ളരിക്കയോ അല്ലെങ്കിൽ പൊട്ടറ്റോ അങ്ങനത്തെ കഷ്ണങ്ങൾ, ആ കഷ്ണം ചാറും കഷ്ണവും കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാറ്. ആ കാലേക്ക് പിന്നെ കണ്ണ് പറയാണ്. ഓഫീസിലുണ്ടായ അരുണണ്ണ, ദിനേശ് അണ്ണ, ഇവരൊക്കെ ഒരുപാട് ഭക്ഷണം തന്നിട്ടുണ്ട്. ചില സമയത്ത് എൻ്റെ കയ്യിൽ ബസ് കാശ് പോലും ഉണ്ടാവില്ല. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ നമ്മുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് വിമൻ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് ഈ വിമൻസ് ഡേ നിങ്ങളോട് വിഷ് ചെയ്യാതെ വേറെ ആരോട് വിഷ് ചെയ്യാനാ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതാ നിങ്ങളുടെ മുന്നിലെ ഭാഗമായിട്ട് ഒന്ന് റെഡി ആയിട്ട് അമ്മയുടെ സാരിയൊക്കെ കൊടുത്തിട്ട് റെഡിയൊക്കെ ആയിട്ട് നിങ്ങളോടൊന്ന് വന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ മെയിനായിട്ട് നമ്മൾ ചെയ്യാന്നുള്ളൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ രാമുണ്ണായിട്ട് ചുമ്മാ ഞാനിങ്ങനെ ഉറങ്ങാൻ നേരത്ത് സംസാരിക്കലുണ്ടായി. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്ത കുറേ ചലഞ്ചസ് ഒക്കെ ഞാനിങ്ങനെ രാമുണ്ണോട് അറിയാം പുള്ളിക്ക്. എന്നാലും ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് ഓർമ്മ വരുമ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്യുമല്ലോ. ഷെയർ ചെയ്യുന്ന സമയത്ത് രാമുണ്ണൻ പറഞ്ഞു, സബ്സ്ക്രൈബേഴ്സിനോട് ഇതൊക്കെ പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചിട്ട്. നമ്മുടെ കുട്ടികൾ കുറേ പേരില്ലേ, ഈവൻ എൻ്റെ പ്രായത്തിലുള്ളവരില്ലേ, അപ്പോൾ അവർക്കൊക്കെ കുറച്ചും കൂടെ ഒന്ന് അറിയാൻ പറ്റണ്ടേ, അറിയാൻ പറ്റൂലേ നിന്നെ കുറിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇത് ഞാൻ ഒരുപാട് പേരെടുത്ത് റിവീൽ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുറേ പേർക്ക് ഞാൻ എന്നുള്ളൊരു വ്യക്തിനെ ഇപ്പോൾ അറിയുന്ന എങ്ങനെയാ, സ്റ്റുഡിയോയിൽ റീലൊക്കെ ചെയ്യുന്ന, വ്ളോഗൊക്കെ ചെയ്യുന്ന വൃന്ദ അർജുൻ എന്ന് പറഞ്ഞ ഒരാളെയാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുക. അപ്പം അതൊന്നും അല്ലാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ വൃന്ദ അർജുനല്ല, വൃന്ദ കെ പ്രശാന്ത് എന്നുള്ളൊരു കുട്ടിയായിട്ട് മാത്രം അറിഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഓക്കെ പറയാം, സംസാരിക്കാം എന്ന് വിചാരിച്ചു. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ തുടങ്ങുകയാണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങി പറയണം? നമ്മുടെ സ്കൂൾ ടൈം ഒക്കെ ഉള്ള സമയമല്ലേ. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഞാൻ 1 മുതൽ 4 വരെ പഠിച്ചിരുന്നത് വർഷയുടെയും കാത്തയുടെയും സ്കൂളാണ്, സെന്റ് അഗസ്റ്റിൻ എന്ന് പറയും. ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു സ്റ്റാർ പോലെയായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, അമ്മ എവിടെ പഠിപ്പിക്കാറുണ്ടായി, അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മ ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, പ്രിവിലേജ്ഡ് ആയിരുന്നു. പ്രിവിലേജ്ഡ് ആവാനും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു സ്കൂൾ ടൈമിലായാലും. ഭയങ്കര നന്നായിട്ട് പഠിക്കും, ഡാൻസ് ചെയ്യും. പിന്നെ എനിക്ക് ഒരു കഴിവും കൂടി ഉണ്ടായിരുന്നു, അതിപ്പോൾ ആർക്കും അറിയില്ല. ഞാൻ പാട്ട് പാടുമായിരുന്നു സ്കൂൾ ടൈമിൽ. ഞാൻ കൊയറിൽ ഒക്കെ പാട്ട് പാടുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ 4th വരെ എല്ലാവരും ഭയങ്കര അപ്രിഷിയേഷൻ, ഡാൻസ് കളിക്കുന്ന കുട്ടി അങ്ങനെ കളിക്കുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഓക്കെ, എനിക്കിങ്ങനെ ഒരു ഭാവം ഉണ്ടായിരുന്നു. ഉള്ളത് പറയാമല്ലോ, എനിക്ക് ഭയങ്കര ഹെഡ് വെയിറ്റ് ഉള്ള ഒരു കൊച്ചായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ കാരണം ടീച്ചറും കൂടെയാണ് അമ്മ, എന്നാൽ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മിടിക്കായിട്ട്. അതുകൊണ്ട് 5th ഒക്കെ എത്തിയപ്പോൾ എൻ്റെ സ്കൂൾ മാറ്റി. എന്നാൽ വർഷയുടെയും കാത്തയുടെയും സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് സെൻറ്റ് ജൂഡ്സ് എന്ന് പറഞ്ഞ സ്കൂളിലേക്ക് മാറ്റി. ഇത് വീടിൻ്റെ അടുത്താണ്, കുറച്ചുകൂടി കോൺവെൻറ്റ് സ്കൂളാണ്. അതുകൊണ്ട് നല്ല ഒരു ഇതിന് വേണ്ടിയിട്ട് മാറ്റിയതാണ്. അവിടെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോൾ അനുഭവിച്ചുള്ള പ്രിവിലേജസ് ഒന്നുമില്ല. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും നല്ല ടാലൻ്റ് ആയിട്ടുള്ളവർ, പാട്ട് പാടുന്ന കുട്ടികൾ, ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, ഭയങ്കര കോമ്പറ്റീഷൻ. അപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും നാളും പഠിച്ച രീതിയും വന്ന കാര്യങ്ങളൊക്കെ വെറുതെ ഒരു സാമ്പിൾ മാത്രമായിരുന്നു, ഇനിയാണ് ശരിക്കുള്ള കോമ്പറ്റീഷൻ എന്ന്. അപ്പോൾ ആ ഒരു ചേഞ്ച് ആ കുട്ടിയായിരുന്നു തന്നെ. അപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എത്ര വയസ്സുണ്ട്, 5ാം ക്ലാസ്സിലാകുമ്പോൾ 10 വയസ്സല്ലേ. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര പൊക്കി ഹെഡ് വെയിറ്റ് ഒക്കെ ആയിരുന്ന ഒരു കുട്ടിക്ക് എല്ലാം വന്നിട്ട് അങ്ങനെ ഡൗൺ ആവുക ചെയ്തത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് അതൊരു ഇങ്ങനെ എന്നെ പ്രഷർ കുക്കറിലിട്ട ഒരു അവസ്ഥയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ഇവിടെ എനിക്കൊന്നും ആവാൻ പറ്റില്ലല്ലോ, ഞാൻ ക്ലാസ്സിൽ എന്താ പറയുക ഡാൻസ് കളിച്ചില്ലെങ്കിൽ, പാട്ട് പാടിയില്ലെങ്കിൽ, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ആ സമയത്ത് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഈക്വലി ട്രൈ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാട്ട് പാടുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ആ സമയത്ത് ഭയങ്കര ഒരു ബാഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെന്നു. വേറെ ഒന്നുമല്ല, ഞാൻ പാട്ട് പാടുമായിരുന്നല്ലോ. അപ്പോൾ ദേശഭക്തി ഗാനത്തിൻ്റെ കോമ്പറ്റീഷനാണ്, പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഡിസ്ട്രിക്ട് ലെവലിൽ കൊണ്ടുപോകുന്ന ഒരു കോമ്പറ്റീഷൻ. അപ്പോൾ കുട്ടികളെല്ലാവരും പാടുന്ന സമയത്ത് സെലക്ഷൻ പ്രോസസ്സിൽ ഞാനും സെലക്റ്റായി. കാരണം അത്യാവശ്യം പാടുന്നതുകൊണ്ട് സെലക്റ്റഡായി.
പക്ഷെ എല്ലാവരെയും കൂടെ പാടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സാർ ഇങ്ങനെ പാടിപ്പിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു വൃന്ദ ഒന്ന് സൈലന്റ് ആയിട്ട് തന്നെ, ബാക്കി എല്ലാവരും ഒന്ന് പാടിക്കേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പാടിയപ്പോൾ ഞാൻ ഇന്ന് സൈലന്റ് ആക്കാൻ പറഞ്ഞേ. അപ്പം എനിക്കെന്തോ ഇങ്ങനെ എൻ്റെ മുഖം പാടണം കണ്ടപ്പോൾ സാറ് പറഞ്ഞു പോയി ടീച്ചറിനെ വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. ഒരു ടീച്ചറുണ്ട് ഇതിൻ്റെ ഒരു അത് മീൻസ് നോക്കുന്നൊരു ടീച്ചറുണ്ട്, ആ ടീച്ചറിനെ വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി. അപ്പോൾ ഇത് പോകുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ചെറുതാണെങ്കിലും എനിക്ക് മനസ്സിലായി ഓക്കെ സാർ എന്നെ ഒഴിവാക്കിയതാണോ എന്തായിരിക്കും എന്നുള്ളത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടീച്ചറിനെ വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് സാറ് ടീച്ചറിനോട് എന്തോ ഷെയർ ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വൃന്ദ നമ്മൾ ഇത്തവണ വൃന്ദേനെ സെലക്ട് ചെയ്യുന്നില്ല, നമ്മൾ നെക്സ്റ്റ് കോമ്പറ്റീഷന് മോളെ വിളിക്കാട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ലൈക്ക് എനിക്ക് അന്നുണ്ടായ ഒരു സാധനമുണ്ട്. കാരണം വേറൊന്നുമല്ല, 4ാം ക്ലാസ് വരെ വന്ന ആ രീതിയാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കരമായിട്ട് പാട്ട് പാടുന്നു, അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ സാറാണെന്നുണ്ടെങ്കിലും ആ സമയത്ത് ഇങ്ങനെ എന്നെ ഒന്ന് മാറ്റി നിർത്തി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ കുട്ടികളും പാടുന്ന സമയത്ത് മിണ്ടാതിരുന്ന് പാട്ട് പാടുന്നു, ഒന്ന് നിർത്തിക്കേ, ഒന്ന് പാട്ട് നിർത്തിക്കേ എന്നിങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു വേർഡ്സ് എന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചെയ്തു. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് എംബറാസ്ഡ് ആയ പോലെ എനിക്ക് തോന്നി, ഹ്യൂമിലിയേറ്റഡ് ആയി. ബാക്കിയുള്ളവർ എന്നെ ഒഴിവാക്കിയത് മനസ്സിലായല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതിനുശേഷം ഞാൻ ഇതുവരെ പാടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു പറഞ്ഞാൽ ഇത്രയും ചെറിയ പ്രായത്തിൽ നമുക്കുണ്ടാകുന്ന ട്രോമാസ് നമ്മളെ എത്രത്തോളം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതിനുശേഷം പല അവസരങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് എന്നെ ബാക്ക് ഓഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഞാൻ കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്, കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് പാട്ടല്ല ഡാൻസാണ്. എന്നാൽ ഡാൻസിലേക്ക് തന്നെ പോകാം. അമ്മ മ്യൂസിക് ടീച്ചറാണ്. മ്യൂസിക് ടീച്ചർ ആയതുകൊണ്ട് അമ്മേനെ പാട്ടൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് അമ്മയുടെ അടുത്ത് പോലും പഠിക്കാനുള്ള ഒരു സാധനം നഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷെ ഞാനിത് ആരോടും ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. വലുതാകണ വരെ, അതായത് രാമുണ്ണെ പരിചയപ്പെടുന്ന വരെ ഞാനിത് ഒരൊറ്റ കുഞ്ഞിനോട് പോലും ഷെയർ ചെയ്തിട്ടില്ല. ഈവൻ ഞാൻ കോളേജിൽ പഠിക്കുന്നവർക്കോ എന്നെ ഇപ്പം കാണുന്നവർക്കോ ഞാൻ പാട്ട് പാടിയിരുന്നു എന്നറിയുമ്പോൾ ചിലപ്പോൾ അത്ഭുതവും. കാരണം അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു എന്ന് പോലും ആർക്കും അറിയാത്ത രീതിയിൽ ഞാൻ ആർക്കും പിടികൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ രാമുണ്ണായിട്ട് ആ സമയത്ത് ഷെയർ ചെയ്തപ്പോൾ രാമുണ്ണനോട് പറഞ്ഞു ഇനിയും പാടണം, ഇനിയും ചെയ്യണം. പക്ഷേ അതിനുള്ളൊരു ധൈര്യം എന്തോ ആ ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ടതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു. അന്ന് എനിക്ക് ലോസ്റ്റായി. പക്ഷെ ഞാൻ രാമുണ്ണിന് വേണ്ടിയിട്ടൊരു പാട്ടൊക്കെ പാടിയായിരുന്നു കേട്ടോ. അതിപ്പോഴും യൂട്യൂബിൽ ഒരു അൺലിസ്റ്റഡ് വീഡിയോ ആയിട്ട് ഇപ്പോഴും ഉണ്ട്. അത് രാമൂട്ടൻ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിനുള്ള ധൈര്യം എനിക്കില്ല. എന്നാലും സ്റ്റിൽ എപ്പോഴെങ്കിലും ഞാൻ ചെയ്യുമായിരിക്കും ആ ഒരു കാര്യം. അപ്പോൾ ഈ ഒരു ചലഞ്ചാണ് ഫസ്റ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നീട് നമ്മൾ ഡാൻസ് കളിക്കുമല്ലോ. ഡാൻസൊക്കെ കളിച്ച് സെറ്റാകുമ്പോൾ എല്ലാവരും ഡാൻസിനെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ വന്നൊരാഗ്രഹമാണ് ഓക്കെ എനിക്ക് ഡാൻസ് പഠിപ്പിക്കണം, എനിക്കൊരു ഡാൻസ് ക്ലാസ് തുടങ്ങണം. അന്നേ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നുമല്ലോ, ഡാൻസ് ക്ലാസ് തുടങ്ങണം എന്നുള്ളത്. പക്ഷെ അത് മൈൻഡിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യവും വീട്ടിലില്ല. കാരണം വീട്ടിൽ സംബന്ധിച്ചിട്ട് ഞാൻ, അമ്മ, അച്ഛ, ചേട്ടായി, ഞങ്ങളുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. പിന്നെ നന്നായിട്ട് പഠിക്കുന്ന ആളാണ്. മാത്രമല്ല ചേട്ടനും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ നന്നായിട്ട് പടം വരയ്ക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട്, ആൻഡ് എഡിറ്റ് ചെയ്യും, അങ്ങനത്തെ നല്ല നല്ല കഴിവുകളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു ക്രിയേറ്റീവ് ഫീൽഡിലേക്കാൾ പോകുന്നതിനേക്കാൾ കൂടുതൽ പഠിച്ച് ജോലി നേടണം എന്നുള്ളൊരു സാധനം എപ്പോഴും ഞങ്ങൾ ഡയറക്റ്റായിട്ട് അച്ഛനും അമ്മയും പ്രഷറൈസ് ചെയ്യില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. കാരണം വീട്ടിലെ സാഹചര്യം അതാണ്. ഞാനൊരു ഡാൻസ് ക്ലാസ് തുടങ്ങാനുള്ള ഒരു ധൈര്യം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി ആലോചിക്കണം, ഞാൻ എന്നോട് തന്നെ പറയാം, അതിനെപ്പറ്റി ആലോചിക്കേണ്ട അമ്മു. കാരണം നിനക്കിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം വീട്ടിൽ ഇതാണ് അവസ്ഥ. അപ്പോൾ അച്ഛനും അമ്മയും മാത്രമാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ചെറിയ കുട്ടികളാണ്. അപ്പോൾ വലുതായിട്ട് പഠിച്ച് ജോലി ചെയ്ത് കാശുണ്ടാക്കിയാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളൊരു മൈൻഡ് അന്നേ ഉണ്ടായിരുന്നു. പക്ഷെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു സാധനം എപ്പോഴും വിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഡാൻസ് ചെയ്യുക, സ്റ്റേജ് ചെയ്യുക, ഈവൻ ചെറിയ വീടിനടുത്തുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ ആ സമയത്ത് ചെയ്തുകൊണ്ട് ആ ഡാൻസ് അന്നും എന്നും മുന്നോട്ട് തന്നെ കൊണ്ടുപോയി. പിന്നെ സ്കൂൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എന്താ പറയുക, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചലഞ്ച് മാത്രമല്ല, നമ്മൾ കുട്ടികൾ ആ സമയത്ത് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ ഇന്ന് കാണുന്ന അത്രയും ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊരു പ്രശ്നമായിട്ടോ ഇങ്ങനെ കുട്ടികൾ അങ്ങനെ കാണുന്ന ഒരു സമയം ആയിരുന്നില്ല. എല്ലാവരും ഓക്കെ എന്നായിരുന്നു. അന്ന് എൻ്റെ പഴയ ഫോട്ടോയുടെ താഴെ കൊടുക്കാട്ടോ,
ഇതായിരുന്നു എൻ്റെ പഴയ ഒരു രൂപം. അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ ലിപ്സ് നോക്കിയാൽ കാണാൻ വലിയൊരു ലിപ്സ് ആയിരുന്നു. അത് വേറെ ഒന്നുമില്ല, എൻ്റെ പല്ല് പൊന്തിയിട്ടുള്ളായിരുന്നു. അപ്പം മോണ ഭയങ്കര പൊന്തിയിട്ടുള്ളത് കൊണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ ചുണ്ടും ഇങ്ങനെ തടിച്ചിരിക്കും. സോ ആ സമയത്ത് എനിക്കുള്ളൊരു വിളിപ്പേരായിരുന്നു തോത്ത ചുണ്ടി എന്നുള്ളത്, സ്കൂൾ ടൈമിലുള്ളത്. അപ്പോൾ ഈ ഒരു പേര് കാരണം ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, എൻ്റെ ചിരി ആ സമയത്ത് ഞാൻ ചിരിക്കുമ്പോൾ ഒന്നെങ്കിൽ മുഖത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ പൊത്തും, അല്ലെങ്കിൽ ഇങ്ങനെ. ഞാൻ എൻ്റെ പഴയ ഫോട്ടോസിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നതെന്നറിയാം, ഇങ്ങനെ. അതിൻ്റെ ഫോട്ടോസ് ഉണ്ട്, ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇതെങ്ങനെ ഇങ്ങനെ നിൽക്കണതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയിലെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ എൻ്റെ ചുണ്ടത്തിരി കുറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. കാരണം അത്രയും ചെറിയ പ്രായത്തിലുണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റിയാണ്. ഏകദേശം 10 വയസ്സ് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. 15 വയസ്സല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്നവരെ ഞാൻ ഈ ചുണ്ടിൻ്റെ കാര്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമുള്ളതുകൊണ്ട് ചുണ്ടിങ്ങനെ പിടിക്കും. പിന്നീട് അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് പല്ലി കമ്പിടണം എന്ന് പറഞ്ഞ് ഞാൻ അത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും അതൊരു വലിയ എമൗണ്ട് ഉള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണല്ലോ ഓർത്തോ. അപ്പോൾ എന്നോട് അമ്മ പറയും, അത് വലിയ എമൗണ്ട് ഉള്ള പൈസ ഉള്ള ട്രീറ്റ്മെൻ്റ് അല്ല മോനെ, കുറച്ച് കഴിഞ്ഞിട്ട് മോൻ കോളേജിൽ പഠിക്കുമ്പോൾ ചെയ്യാം എന്നിങ്ങനെ പറയും. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻസെക്യൂർഡായിട്ട് ഞാൻ എന്നാലും ഓക്കെ എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ ആ സമയത്ത് പറഞ്ഞ് അമ്മ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു +2 പഠിക്കുന്ന സമയത്ത് ഞാൻ പോയി കമ്പി ഇട്ടു. അങ്ങനെ ആ സമയത്ത് തുടങ്ങിയ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അങ്ങനെ കോളേജൊക്കെ ആയപ്പോൾ ശരിയായി വന്നു. കോളേജ് കഴിയാറായപ്പോൾ, അതായത് ഞാൻ MBAക്ക് ചേരുന്ന സമയത്ത് പഴയ ഫോട്ടോകളിലൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് മാത്രമല്ല, പിന്നെ എൻ്റെ ഒരു ശരീരപ്രകൃതം ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വണ്ണം വെക്കാത്ത ഒരു ശരീരപ്രകൃതം, ഒന്നെങ്കിൽ ഈർക്കിലി അല്ലെങ്കിൽ കമ്പിത്തിരി ഇങ്ങനെയൊക്കെ പറയുന്ന വിളിപ്പേരുകൾ എനിക്കും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് ബോധർ ചെയ്യാറില്ല. ഈവൻ എന്നോടത് പറയുന്ന സമയത്ത് ഞാൻ ആ സമയത്തും ബോധർ ചെയ്യാറുണ്ടല്ലോ. ഞാൻ പറയും ഇങ്ങനെ ഇരിക്കണോണ്ടല്ലോ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റണേ എന്ന് അന്ന് പറയുമായിരുന്നു. അന്ന് പറയുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ, എനിക്ക് ആ സമയത്ത് വണ്ണം ഇല്ലാത്തത്ര ഇൻസെക്യൂരിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനെ സ്ലിം ആയിട്ടിരിക്കാനായിട്ട്. കാരണം അന്ന് നമുക്കുള്ളൊരു ബ്യൂട്ടി കോൺസെപ്റ്റ് അതായിരുന്നല്ലോ, അതായത് വണ്ണം കുറവുള്ളവരാണ്. കാരണം നമ്മൾ കാണുന്ന പരസ്യവും സിനിമയും എല്ലാം ഇങ്ങനെ ആസ് ഒരു കുട്ടിയായിട്ട് ഞാൻ പറയുകയാണ്, എല്ലാവരും ചെറിയ ചേച്ചിമാരാണ്. ഇവിടെ വണ്ണം കുറവുള്ള ചേച്ചിമാരെ കാണാനാണ് ഭംഗിയുള്ള ചേച്ചിമാർ. അപ്പോൾ എനിക്ക് വണ്ണം കുറവാണല്ലോ, അപ്പോൾ എനിക്ക് നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പം ഇത്രയും കാലം എത്തി നിൽക്കുമ്പോഴാണ് മനസ്സിലായത് അതൊന്നുമല്ല. ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്ന് പറയണത് വെറുതെ ആൾക്കാരുണ്ടാക്കിയേക്കണ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. നമ്മുടെ കോൺഫിഡൻസ് ആണ് ശരിക്കുള്ള മാറ്റർ. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ +2 കഴിഞ്ഞ് കോളേജ് എത്തുന്ന സമയത്തും സെയിം ഇങ്ങനെ ചുണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഈ പറഞ്ഞിങ്ങനെയൊക്കെ എന്നെ വേറെ വലിയ പേരുകൾ ഈ ചുണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട്, എന്താണ് ഓസ്മ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ രാമുൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അതിങ്ങനെ പറഞ്ഞായിരുന്നു. നമ്മുടെ സിനിമ ഇറങ്ങിയ സമയമാണ്. ആ സമയത്ത് മറ്റേ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു ക്യാരക്ടർ ഇല്ലേ ആ സിനിമയിൽ, എന്നെ ആ പേരിട്ടിട്ട് ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ചുണ്ടിൻ്റെ റീസൺ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയുക, ഈ പറഞ്ഞ ബോഡി ഷെയിമിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് അങ്ങനെ ഇത്ര ഇൻസെക്യൂർഡായിട്ടും ചില കുട്ടികൾക്ക് ഇൻസെക്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ, ഇത്രയും ബോഡി ഷെയിമിങ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ മുന്നിലേക്ക് വന്നിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ പറയുന്നവർ തന്നെ ഉള്ളൂ. അവർക്ക് ഇല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തെ ആയിരിക്കും അവരിങ്ങനെ പറഞ്ഞിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കളയാൻ വേണ്ടിയിട്ടായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതിലൊന്നും തളരാതെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം എന്നുള്ളത് മുന്നിലേക്ക് തന്നെ ചെയ്യണം കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ചെയ്ത് വന്നൊരു ആളായതുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. കോളേജ് ടൈം എത്തിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാഷൻ്റെ പുറകെ പോയിട്ട് സമ്പാദിക്കുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. എന്താണോ പഠിക്കുക, അമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ MBAക്ക് പോകുന്നതിന് മുന്നേ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു, അതെടുത്തു. ആ സമയത്ത് കോളേജ് ലൈഫിൽ പറഞ്ഞാൽ അത് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ടീച്ചിങ് ഫീൽഡിലേക്ക് പോവുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. പക്ഷെ ആ സമയത്താണ് എനിക്ക് എൻ്റെ ചേട്ടാനെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് എന്നെ കുറച്ചൊന്നുമല്ല ഹിറ്റ് ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം വരെ പഠിക്കണം, ജോലി ചെയ്യണം, വീട്ടുകാരെ നോക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടായെങ്കിൽ പോലും ഈ ഒരു കാര്യം എന്താ പറയുക, നമ്മൾ പേഴ്സണലി മെൻ്റലി എല്ലാം ഭയങ്കരമായിട്ട് എന്നെ ഡൗൺ ചെയ്തായിരുന്നു. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് ഉള്ളിൽ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല ആ സമയത്ത് നമ്മളെ വീട്ടിൽ ആൾക്കാർ കാണാൻ വരുമല്ലോ, ആ കാണാൻ വന്നവർ പറഞ്ഞ കുറച്ച് വാക്കുകൾ ഇപ്പോഴും മനസ്സിൽ കിടക്കാറുണ്ട്. ഇനി നീയേ ഉള്ളൂ, ഇനി നീയേ ഉള്ളൂ, ഇനി നീയേ ഉള്ളൂ എന്നുള്ളത്.
ഈവൻ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, നമ്മളേ ഉള്ളൂ. പക്ഷെ ആ പറയുന്നൊരു സാധനമില്ലേ, ഈ നീയേ ഉള്ളൂ എന്ന്, അത് നമ്മൾ ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അങ്ങോട്ട് ഇതാക്കി, അയ്യോ ഞാനേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും വേണമെങ്കിൽ പറയാം, എനിക്ക് എൻ്റെ ചുറ്റിനുള്ളവർക്ക് എന്തെങ്കിലും പറ്റണേക്കാൾ കൂടുതൽ എനിക്ക് പേടി എന്നുള്ളത് എനിക്ക് എന്തെങ്കിലും പറ്റരുതെന്നുള്ളതാണ്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു പേടി എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് ഞാൻ എടുത്ത കുറച്ച് തീരുമാനങ്ങളുണ്ട്, ആരും പറഞ്ഞു തന്നിട്ട് ഒന്നും ചെയ്തിട്ടുമല്ല. അതായത് എൻ്റെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണ്, ഞാനിപ്പോൾ ഒന്നും ചെയ്യാതെ വല്ല മൂലക്ക് പോയി ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പം ഈ ഒരു നഷ്ടം ഞാൻ നാളെ അതൊരു വലിയൊരു നേട്ടമാക്കി മാറ്റണം എന്നുള്ളൊരു സാധനം അന്നേ മുതൽ തുടങ്ങിയിട്ട് അതിപ്പോഴും മനസ്സിൽ അങ്ങനെ കൊണ്ടുപോയി. അപ്പം ഞാൻ അന്ന് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കില്ലാത്ത കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് മറക്കാൻ തുടങ്ങി. ഇല്ലാത്ത കാര്യങ്ങൾ എന്താ, ഞാൻ ഒരു ബ്രദേഴ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം, കൂടപ്പറപ്പുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചേട്ടൻ, നിങ്ങളുടെ അനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ നാളെ ഒരു ദിവസം നിങ്ങൾക്ക് ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്തൊക്കെ പെണ്ണുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സ്വന്തം ചോര, സ്വന്തം കൂടപ്പിറപ്പ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നേക്കാൾ വലിയൊരു ധൈര്യം ഈ ലോകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. അത് അനുഭവിച്ചതും അത് നഷ്ടപ്പെട്ടതുകൊണ്ടുമാണ് എനിക്ക് ആ ഒരു ഇതിൽ നിങ്ങളോട് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് ഇനി മുതലില്ല, ഇനി എൻ്റെ അച്ഛനമ്മയ്ക്ക് ഞാനേ ഉള്ളൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ, അതിലേക്ക് എന്നെ പിന്നെയും ജീവിക്കാനുള്ളൊരു ഇന്ധനമായിട്ട് മാറി. ഓക്കെ, ശരിക്കും നന്നായിട്ട് പഠിക്കണം ഇനി മുതൽ. കാരണം ആ സമയം വരെ പഠിക്കണം, എന്തെങ്കിലും ജോലി ചെയ്യണം, അത്ര ഉണ്ടെങ്കിലുള്ളൂങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായി, നാളെ മുതൽ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ജോലി എടുക്കണം, അടുത്ത PG ചെയ്യണം, PG നല്ലൊരു വർക്ക് കിട്ടണം, അങ്ങനെ. അപ്പോൾ ടീച്ചിങ് ഫീൽഡ് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നീട് MBA എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് MBA എടുക്കാം. MBA ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണല്ലോ. മാത്രമല്ല അന്ന് MBAക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ബ്ലേസേഴ്സൊക്കെ ഇട്ടിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ജോലിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സാലറി കിട്ടും. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. സാലറി കിട്ടും, നല്ല ജോലി കിട്ടും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മേനെ നോക്കാൻ കുറച്ചും കൂടെ പറ്റും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു പ്ലാനിങ്ങിൽ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ MBA എടുത്തത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഒരു പ്ലാനൊക്കെ പോയിട്ടോ, എന്തെങ്കിലും ഡാൻസ് ക്ലാസ് തുടങ്ങണം എന്നുള്ള ആ ഒരു സാധനം പോലും എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ കൊണ്ടേ ഇട്ട്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡാൻസ് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് നല്ലപോലെ നോക്കാൻ പറ്റില്ല, ഇതുപോലെ ഒരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാധനത്തിൽ ഞാൻ മുന്നേ അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ MBA നിങ്ങൾക്കും അറിയണ്ടാവും, ഞാൻ എൻ്റെ ലൈഫിലേറ്റ ഏറ്റവും നല്ല തീരുമാനമാണ് കോയമ്പത്തൂർ പോയി പഠിക്കുക എന്നുള്ളത്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ രാമുണ്ണെ മീറ്റ് ചെയ്തത് കോളേജിൽ പഠിക്കുമ്പോഴാണ്, കോയമ്പത്തൂർ MBA പഠിക്കുമ്പോഴാണ്. മാത്രമല്ല എൻ്റെ ഫസ്റ്റ് ജോബ് കിട്ടുന്നത് ആ സമയത്താണ്. അപ്പോൾ ജോബ് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അതായത് എങ്ങനെയെങ്കിലും ജോലിക്ക് കയറണം, അച്ഛനും അമ്മേനെയും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണം, ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ സമയത്ത് മനസ്സിനകത്ത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ ചൂസ് ചെയ്തു. അവിടെ ചെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, കൾച്ചർ, ലാംഗ്വേജ് എല്ലാം. കാരണം ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നതല്ലോ, അപ്പോൾ അതിൻ്റെ വേറൊരു ടെൻഷനുണ്ട്. ഹോസ്റ്റൽ ലൈഫൊക്കെ ഫസ്റ്റാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാൻ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്തു, സാരിയില്ല, കാരണം ഇങ്ങനെയൊക്കെയാണല്ലോ ലൈഫ് പഠിക്കുക, ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം, കുറേ ജോലിക്കൊക്കെ പോകണ്ടേ, അപ്പോൾ ഇതൊരു ഇതായിക്കോട്ടെ, ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് മെയിനായിട്ട് അങ്ങോട്ട് പോയി. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ലൈഫ് കുറച്ചുകൂടെ പഠിച്ചത് ആ MBAക്ക് പോയ ശേഷമാണ്. കാരണം നമ്മൾ പല ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെയും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. നമ്മൾ ഈ കണ്ടതൊന്നും അല്ല കാര്യങ്ങൾ, ഇനിയും കുറേ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിവ് കിട്ടിയ ഒരു സ്ഥലവും കൂടിയാണ് അവിടെ. അപ്പോൾ ഞങ്ങളുടെ ഒരു 6th സെമസ്റ്ററിൽ ആണ്, നമുക്ക് 6th സെമസ്റ്റർ വരെ ഉണ്ട്. 5th സെമ്മ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ, ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വേഗം ജോലി കിട്ടുമല്ലോ, നമ്മളായിട്ട് കഷ്ടപ്പെടുന്നേക്കാൾ കൂടുതൽ അവർ നമ്മളെ റിക്രൂട്ട്മെൻറ്റിൽ അയക്കുമല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ നമ്മൾ 5th സെമ്മ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് നമ്മളെ ടീച്ചർ വന്നിട്ട് ഒരു 5 HRs കുട്ടികളെ, HR പഠിച്ച കുട്ടികളെ ഇൻ്റർവ്യൂക്ക് വിട്ടു. ഓപ്പോലായിരുന്നു കേട്ടോ. അന്ന് ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തു. പ്രത്യേകിച്ച് ഇവരൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ചുമ്മാ ഇൻ്റർവ്യൂ ചെയ്ത് വിട്ടുന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു ഗുണമില്ലെന്ന് തോന്നുന്നു എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. കാരണം ബ്രേക്ക് ആണല്ലോ. നാട്ടിലേക്ക് വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കറക്റ്റ് എനിക്ക് കോള് വന്നു, അവിടുത്തെ HR പോവാണ്, അപ്പോൾ അവിടത്തേക്ക് എന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ 2nd റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂക്ക് വരാൻ പറഞ്ഞിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ആദ്യത്തെ ജോലിയിൽ ഇൻ്റർവ്യൂ, ഞാൻ ഫസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂയും കൂടിയാണ്. എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ സെലക്ട് ആയോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2nd റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂക്ക് പോയി. അങ്ങനെ അവിടുത്തെ 2nd റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറയണത് ഡിസൈനർ കം HR ആണ്. അപ്പം
എനിക്കിത് ഭയങ്കര വണ്ടറായി. ഇതെന്താ ഡിസൈനർ ജോലി എന്തെന്ന് HR ആയിട്ട് ഒരു ബന്ധമില്ലല്ലോ. MBA പഠിച്ച കുട്ടിക്ക് ഇങ്ങനെ ഡിസൈനിങ് അറിയാമെന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ടോ, സെയിം ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ പറഞ്ഞു ഇവിടെ ഇതാണ് ഇപ്പോഴത്തെ ഡെസിഗ്നേഷൻ ഉള്ളത്. ഡിസൈനിങ് ഒന്നുമില്ല, അവരെന്താ ജസ്റ്റ് ഫോട്ടോഷോപ്പിൽ പോസ്റ്റർ ഡിസൈനിങ് ഒക്കെ പഠിച്ചാൽ മതി. പോസ്റ്റർ ഡിസൈനിങ് ഒക്കെ ഞാൻ ചേട്ടായി ചെയ്യണം കണ്ടിട്ടുണ്ട് ഫോട്ടോഷോപ്പിൽ. അതിൻ്റെ കണ്ടിട്ടുള്ള പരിചയമില്ലാണ്ട് എനിക്ക് ഒരു വിവരവും ഇല്ല കേട്ടോ അതിനെ പറ്റിയിട്ട്. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമല്ലോ എന്നുള്ള ഭാവത്തിൽ ഞാൻ തിരിച്ചു വന്നു. എന്നിട്ട് ഫോട്ടോഷോപ്പിലിരുന്ന് സംഭവങ്ങളൊക്കെ പഠിച്ചു. കാരണം എനിക്കൊരു 3rd റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്ന് ഫോട്ടോഷോപ്പ് പഠിച്ചു. യൂട്യൂബിൽ ട്യൂട്ടോറിയൽസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ പഠിക്കണം. അപ്പം ഞാൻ രാമനോട് പറഞ്ഞു, രാമൂട്ട ഇത് എന്തെന്നാ എങ്ങനെ ചെയ്യാം? അപ്പം രാമൂട്ട പറഞ്ഞു, നീ ചെയ്ത് നോക്ക്, നിനക്ക് അറിയുന്ന പോലെ ചെയ്ത് നോക്ക്, ഇല്ലെങ്കിൽ പോട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ 3rd റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ അത് ചൈനീസ് പേഴ്സൺ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓപ്പോയിൽ 3rd റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ചൈനീസ് മാനേജർ ആയിട്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് പഠിച്ചു വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്, പോസ്റ്ററിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ട്രെയിനർ ഉണ്ടായിരുന്നു, ദിനേശ് അണ്ണ. ഇപ്പോൾ ആളെൻ്റെ ബെസ്റ്റ് അണ്ണനാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് അറിയില്ല അവിടെ നിൽക്കുന്നൊരു ചേട്ടൻ. അപ്പം ഞാൻ പറഞ്ഞു, അണ്ണ എനിക്ക് എതും தெரியாது ഡിസൈനിങ്. അതൊന്നും കുഴപ്പമില്ല, നീ അറിയുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ തന്നിട്ടാ. അങ്ങനെ എനിക്ക് അറിയുന്ന പോലെ ഞാൻ പോസ്റ്റർ ഡിസൈനൊക്കെ ചെയ്ത് ഏകദേശം സെറ്റാക്കി. അപ്പോൾ എന്നോട് HR വന്നിട്ട് പറഞ്ഞു, എടാ ഇനി ചൈനീസ് പേഴ്സണെ ഒന്ന് മീറ്റ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് കഴിച്ചിട്ട് ഈ ഡിസൈനിങ്ങിന് ഇഷ്ടമായില്ല. കാരണം HR പറ്റിയിട്ട് വേറെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, അറ്റൻഡൻസ് മാനേജ്മെൻറ്റോ പേറോളോ ഒന്നിനെ പറ്റിയിട്ടും ചോദിക്കുന്നില്ല. ആകെ ഡിസൈനിങ് മാത്രമായിട്ട് എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളൂ. അങ്ങനെ പുള്ളി ഡാനിയൽ എന്നാണ് പേര്. ആള് ഭയങ്കര ചെറിയ പ്രായമാണ്, 25 ഇയേഴ്സ് ഉള്ളൂ അന്ന്. അപ്പോൾ ചെറിയ ചെക്കൻ തന്നെ. ചെറിയ ചെക്കനാണ്, എന്നാലും ചൈനീസ് പേഴ്സൺ അല്ലേ, നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ ഇവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, എന്താ ചോദിക്കാന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ, ആകെ എന്നോട് ചോദിച്ച ഒരൊറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഡു യു ഹാവ് ബോയ് ഫ്രണ്ട് എന്നിങ്ങനെ ചോദിച്ച്. അപ്പോൾ എനിക്ക് ആക്ച്വലി ടെൻഷനായിപ്പോയി. ഇപ്പോൾ എന്താ പറയേണ്ടത്, ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ, യെസ് ഓർ നോ പറയണോ എന്നുള്ള ടെൻഷനായി. നീ ഉണ്ടെന്ന് പറഞ്ഞാലാണോ ജോലി കിട്ടുക, ഇല്ലെന്ന് പറഞ്ഞാലാണോ ജോലി കിട്ടുക എന്നുള്ള ആകെ ടെൻഷനായിട്ടാണ്. അപ്പം ഞാൻ ആകെ പറഞ്ഞു, നോ സാർ, യു ഡോണ്ട് ഹാവ് ബോയ് ഫ്രണ്ട് എന്നിങ്ങനെ രണ്ടാമത് ചോദിച്ചു. അപ്പം എനിക്ക് ടെൻഷനായി. അപ്പോൾ ഞാൻ യെസ് ഐ ഹാവ് ബോയ് ഫ്രണ്ട് എന്ന്. ഓക്കെ യാ എന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പോൾ തന്നെ എണീറ്റ് പോയി. ജോലി പോയടാ, ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞടാ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ സ്വയം പറഞ്ഞു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ജോലി പോയെങ്കിൽ പോട്ടെ എന്നൊക്കെ വിചാരിച്ച് പുറത്തിറങ്ങി. HR വന്നിട്ട് പറഞ്ഞു, വൃന്ദ സെലക്റ്റഡ് ആയിട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഇതായിരുന്നു ഇവിടുത്തെ ഇൻ്റർവ്യൂ, ഇത്രേ ഉള്ളൂ ഇവിടുത്തെ ഇൻ്റർവ്യൂ എന്നിങ്ങനെ വിചാരിച്ച്. അപ്പം ഞാൻ പുള്ളിക്കാരൻ ആകെനോട് ചോദിച്ചാൽ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, വേറെ ഒന്നുമല്ല വൃന്ദ, ഒരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നെ ഹൗ യു ഹാൻഡിൽ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു, വേറെ കുഴപ്പമില്ല, ബാക്കിയുള്ളതൊക്കെ ഫസ്റ്റ് സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ചോദിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമായി. അപ്പോൾ ഇനി മുതൽ ജോലി കിട്ടിയല്ലോ. അങ്ങനെ ഓഫർ ലെറ്റർ കിട്ടി. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ജോബ് എനിക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇനി ഇത് പറയുന്നത് ജോലിക്ക് പോവുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഞാൻ എൻ്റെ വള ഊരി വെക്കുകയാണ്. നേരത്തെ കട്ട് പറഞ്ഞപ്പോൾ വള എടുത്തിട്ട് ഇപ്പോൾ തിരിച്ച് വള ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ സാലറി എന്നോട് ആ സമയത്ത് പറഞ്ഞു പറഞ്ഞാൽ 10,000 റുപ്പീസാണ് കേട്ടോ സാലറി പറഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ HR ജോബ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മിനിമം 25,000 ഒക്കെ കിട്ടുമായിരിക്കും എന്ന് എന്നോട് എക്സ്പെക്ടേഷൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 25,000 എന്നാണ് കേട്ടോ. അപ്പോൾ അവർ പറയാം, റിക്രൂട്ടർ പറയാം, എനിക്ക് പോലും അത്രയും കിട്ടുന്നില്ല അവരെന്താ. അപ്പോൾ ഇനീഷ്യലി 10K തന്നെ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് മുമ്പേ നാട്ടിൽ ജോലി എടുത്താൽ മതിയല്ലോ. കാരണം ഇവിടെ എനിക്ക് ഹോസ്റ്റൽ ഫീസ് ഉണ്ട്, മാത്രമല്ല ട്രാവലിംഗ് ഉണ്ട്, പിന്നെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പൈസ അയച്ചു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അത് നടക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ മനസ്സിലാലോചിച്ചു, പട്ടിണി എടുത്താലും കുഴപ്പമില്ല, വീട്ടിൽ പൈസ അയച്ചു കൊടുത്തിട്ടേ കാര്യമുള്ളൂ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഓക്കെ ഉള്ള സാലറി ഫസ്റ്റ്. അപ്പോൾ ഈ 3rd റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എൻ്റെ സാലറി അവർ ഓഫർ ലെറ്ററിൽ എഴുതി 13,500 റുപ്പീസ്, 13,500 രൂപയാണ് എൻ്റെ ഫസ്റ്റ് സാലറി കേട്ടോ. അപ്പം ഞാൻ ഓക്കെ കുഴപ്പമില്ല, 10,000 വിചാരിച്ചു വന്നല്ലേ, 13,000 എങ്കിൽ 13,500 രൂപ. അതിന് 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ആൻഡ് പെട്രോൾ അലവൻസ് ആണ്, കുഴപ്പമില്ല, 13,500 കിട്ടിയല്ലോ. അങ്ങനത്തെ സന്തോഷത്തിൽ നെക്സ്റ്റ് ഞാൻ വീട്ടിൽ പോയതിന് ശേഷം തിരിച്ച് വരികയാണ് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഭയങ്കര കോമഡിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നിന്നാണ്, കോളേജ് ഹോസ്റ്റലിൽ, അന്ന് ഞാൻ കോളേജ് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു നമ്പർ 45C എന്ന് പറഞ്ഞ ബസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗാന്ധിപുരത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 45C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മിനിറ്റ് കൂടുമ്പോഴേ ബസ്സുള്ളൂ. ബസ്സിനാണെങ്കിൽ ഒടുക്കത്തെ തിരക്കുമായിരിക്കും കേട്ടോ. ഒരു ബസ് മിസ് ചെയ്ത്, ഇപ്പോൾ 8 മണിക്കുള്ള ബസ് ഞാൻ മിസ് ചെയ്ത് 8:20 ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്താൻ ലേറ്റ് ആവും, കാരണം 2 ബസ് കയറാറുണ്ട്. ഗാന്ധിപുരത്ത് വന്നിട്ട് വേണം വേറെ ബസ് കയറാനായിട്ട്.
അങ്ങനെ ഞാൻ വേഗം 6 മണിക്കൊക്കെ എഴുന്നേറ്റ് രാവിലെ തന്നെ എഴുന്നേറ്റ് പിന്നെ ക്യാൻറ്റീനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് ആ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കത്തെ ലഞ്ചായിട്ട് ഉണ്ടാവില്ല, ആ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ലഞ്ചായിട്ട് എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ കുറേ നാൾ അങ്ങനെ വന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ രാത്രി 6:30ക്കാണ് എൻ്റെ ജോബ് ഫിനിഷ് ചെയ്യുന്നത്. 6:30ക്ക് അവിടെ നിന്ന് ബസ് കയറി എല്ലാം കഴിഞ്ഞ് ഇവിടെ ഹോസ്റ്റലിലെത്തുമ്പോൾ, കോളേജ് ഹോസ്റ്റലിലെത്തുമ്പോൾ 9 ആവാറുണ്ട്. വിജനമായ വഴിയായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്ററിലാണ്, ഒരു വലിയ കുറേ ഏക്കറിൻ്റെ അകത്തൊരു സെൻറ്ററിലാണ്. അതിൽ കൂടെ നടന്നു പോയി ആരെങ്കിലും പിടിച്ചോണ്ട് പോയാൽ പോലും ഇങ്ങനെ ആരും അറിയത്തില്ല, അത്രയ്ക്കും ഇരുട്ടും കാര്യങ്ങളാണ്. പക്ഷെ ആ സമയത്ത് എന്നെ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോയ ഒരു എനർജി ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, അങ്ങനെയൊന്നും പോയിട്ടുള്ള ഒരു ധൈര്യം ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇതാണ് എൻ്റെ ഉദ്ദേശം, ഇതാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള ആ ഒരു ഉറച്ച ധാരണ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും എനിക്ക് അത്ര വലിയ ചലഞ്ചസ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ വീട്ടിലിങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു, ഇരുട്ടാണമ്മ. കാരണം എൻ്റെ മുന്നിൽ കൂടി ദിവസം ഒരു പാമ്പ് പോയി. എനിക്ക് പാമ്പിനെ വലിയ പേടിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളെയും മനുഷ്യന്മാരെയും അങ്ങനെയൊന്നും പേടിക്ക് പല്ലിന് മാത്രമേ പേടിയുള്ളൂ, പിന്നെ പ്രയോഗത്തിനെ പേടിയുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും പേടിയില്ല. അതുകൊണ്ട് എങ്ങനെയും ഞാൻ മാനേജ് ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ വീട്ടുകാർക്ക് ഭയങ്കര പേടിയായി. മോനൊരു കാര്യം ചെയ്യും, കോളേജ് ഹോസ്റ്റലിൽ നിന്ന് മാറിയിട്ട് എന്താണ് അവിടെ ഓഫീസിൻ്റെ അടുത്തുള്ളൊരു ഹോസ്റ്റൽ നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ഹോസ്റ്റൽ, അപ്പോൾ ഈ ഹോസ്റ്റലിൽ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയൊക്കെ എന്നോട് മൈൻഡ് ചെയ്യാറേ ഇല്ല. കാരണം ഓഫീസിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുന്നേ ഉണ്ടായിരുന്ന HR റീപ്ലേസ്മെന്റ് ആണല്ലോ ഞാൻ. അപ്പോൾ ആ ചേച്ചി പോകുന്നതിൻ്റെ ഒരു വിഷമം ഇവർക്കുണ്ട്. അതുകൊണ്ട് എന്നെ ആർക്കും ഇഷ്ടമല്ലെന്നേ. ഞാൻ ആ സമയത്ത് എൻ്റെ മുടിയൊക്കെ കളർ ചെയ്ത്, ഞാൻ ഭയങ്കര മുടി കളർ ചെയ്തിട്ടുണ്ട്, ആദ്യമായിട്ട് കളർ ചെയ്തതാ മുടി. ആ സമയത്താണ് ജോലിക്ക് പോകുന്നത്. അത് കളർ ചെയ്തത് വേറൊരു കോമഡി. കളർ ചെയ്തത് എൻ്റെ കൂട്ടുകാരുടെ 1000 രൂപ കടം മേടിച്ചിട്ടാണ് ഞാൻ പോയി കളർ ചെയ്യുന്നത്. അതിന് വീട്ടിൽ നിന്ന് നല്ല കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ, ഒരു ഔട്ട്ലുക്ക് കാണുമ്പോൾ ഭയങ്കര ഫാഷൻ, ഭയങ്കര സെറ്റ്. നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും നമുക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്ന പോലെ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ആരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൂട്ടത്തിൽ അങ്ങനെ കൂട്ടാറില്ല. ഒഫീഷ്യൽ കാര്യങ്ങൾ പറയും എന്നല്ലാതെ അങ്ങനെ വേറൊന്നും അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല. അപ്പം എൻ്റെ റൂംമേറ്റ് ഉണ്ട് അഞ്ജന ചേച്ചി എന്ന് പറയണത് ആ സമയത്ത് എൻ്റെ ഒരു ഗാർഡിയൻ പോലെ. ആ സമയത്ത് ചേച്ചിയോട് മിണ്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ചേച്ചിയുടെ ഹോസ്റ്റലിലേക്ക് മാറിയല്ലോ. മാറിക്കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എന്താ പറയുക, പിന്നീട് എൻ്റെ ഒരു സിസ്റ്റർ പോലെ, എൻ്റെ ഒരു ഫാമിലി മെമ്പർ പോലെ. ആദ്യം ചേച്ചി എന്നെ മൈൻഡ് ചെയ്യൊന്നുമില്ലായിരുന്നു, സംസാരിക്കൊന്നുമില്ലായിരുന്നു. പിന്നെ ആ ഹോസ്റ്റലിലേക്ക് മാറിയതുകൊണ്ട് ചേച്ചിയുടെ റൂംമേറ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ സംസാരിച്ച് അത്യാവശ്യം കൂട്ടൊക്കെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 13,500 രൂപയിൽ 5,000 രൂപ ഹോസ്റ്റൽ ഫീസ് കൊടുത്തു. പിന്നെ വരവ് ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുന്നതിൻ്റെ 13 രൂപ ബസ് ചാർജ്, ബാക്കി കാര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ. ഇത് കൂടാതെ ഞാൻ 5,000 റുപ്പീസ് വീട്ടിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഉണ്ടാവാറില്ല. ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കിട്ടണം ഭയങ്കര കോമഡിയാണ്. കാരണം മിക്കപ്പോഴും രാവിലെ ഉപ്പുമാവായിരിക്കും. എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല, വീട്ടിലുണ്ടാക്കിയാൽ കഴിക്കുകയില്ല. പക്ഷേ ഹോസ്റ്റലിൽ ഞാൻ ഉപ്പുമാവ് കഴിക്കും. ഉച്ചയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും സാമ്പാറും, ലിറ്ററലി സാമ്പാർ മാത്രം. അവിടെ അങ്ങനെയേ ഉള്ളൂ, കറിയൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ബാക്കിയുള്ളവർ കറികൾ മേടിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം ഞാൻ കറിയൊന്നും മേടിക്കില്ല, കാരണം ആ പൈസയും എനിക്ക് സേവ് ചെയ്യാമല്ലോ. അപ്പം ഞാൻ ആ ചേച്ചി ഇങ്ങനെ വേറെ കറികളൊക്കെ മേടിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, സാമ്പാറും ചോറും മതിയാവുമല്ലേ, വേറെ കറീൻ്റെ ആവശ്യമില്ലല്ലോ എന്നുണ്ട്. അത് നീ ഡെയിലി കഴിച്ച് കഴിയുമ്പോൾ നിനക്ക് മടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡെയിലി കഴിക്കുമ്പോൾ എനിക്ക് കൊടുക്കാനൊന്നും പോകണില്ല, കാരണം എൻ്റെ പൈസ ഇല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ കൊടുക്കാൻ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ആലോചിക്കും. ഈ സാമ്പാറിൽ അവരിടുന്ന കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ വെള്ളരിക്കയോ അല്ലെങ്കിൽ പൊട്ടറ്റോ അങ്ങനത്തെ കഷ്ണങ്ങൾ, ആ കഷ്ണവും കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാറ്. ആ കാലേക്ക് എൻ്റെ കണ്ണ് പറയാണ്. അതായത് സാമ്പാർ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ കുഴപ്പമില്ല, അതുണ്ടല്ലോ എന്നുള്ള ഒരിതിൽ. പിന്നെ ഈ ചേച്ചിക്ക് മനസ്സിലാവാൻ തുടങ്ങി ഞാൻ വേറെ ഒന്നും അധികം കഴിക്കുന്നില്ല. കാരണം എല്ലാം മടിച്ചിട്ടാണ് കഴിക്കണത്. കാരണം ചെറിയ കുട്ടിയാണ്, 23 വയസ്സ് ആ ഒരു പ്രായമല്ലേ ഉള്ളൂ. ആ സമയത്ത് 22 വയസ്സ് ആ പ്രായമാണല്ലോ. അപ്പോൾ ആ ചേച്ചി എനിക്കിങ്ങനെ കറിയൊക്കെ വാങ്ങിച്ചു തരും. ആ ചേച്ചി മേടിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ കാര്യം. അപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഷെയർ ഇടുമല്ലോ. അപ്പം ഞാൻ ഷെയർ ഇടാം. അപ്പം ഇടുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ മാസാവസാനം ആകുമ്പോൾ എൻ്റെ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ചേച്ചി എന്നോട് പറയും, സാറില്ലാറുണ്ടാ, നീ എനിക്ക് സാലറി കിട്ടുമ്പോൾ തന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ പേരുണ്ട് ആ സമയത്ത് എൻ്റെ ലൈഫിൽ. ഇപ്പം അഞ്ജന ചേച്ചി ആയിക്കോട്ടെ, ഓഫീസിലുണ്ടായ അരുണണ്ണ, ദിനേശ് അണ്ണ, ഇവരൊക്കെ ഒരുപാട് ഭക്ഷണം തന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്റ്റലിലുള്ള കുട്ടിയായതുകൊണ്ടും പിന്നെ ഞാനിങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനോണ്ടും അവർ ഒരുപാട് ഭക്ഷണം മേടിച്ച് എനിക്ക് തന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും അവരോട് കടപ്പാടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴായാലും ആ സ്നേഹം അവരിപ്പോഴും എൻ്റെ അടുത്തുണ്ട്. കാരണം കോവിഡ് സമയത്ത് വന്നല്ലോ. കാരണം ഞാൻ 1 വർഷം ജോലി കഴിഞ്ഞതിന് ശേഷമാണ് കോവിഡ് വന്നത്.
കോവിഡ് വന്നപ്പോൾ ഞാനും അഞ്ജന ചേച്ചിയും മാത്രം അവിടെ പെട്ടുപോയി. കാരണം ബാക്കിയെല്ലാം തമിഴിയൻസാണ്, അവരെല്ലാവരും പോയി. ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊന്നും പ്രോപ്പറായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. ആകെ കിട്ടണേ സാമ്പാറും ചോറും, പിന്നെ അത് കിട്ടാറും ഉണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്ത് സാധനങ്ങൾ വാങ്ങിക്കണം. വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വരാൻ വേണ്ടിയിട്ട് കുറേ അവർ കഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ ആയിപ്പോയി. എന്തോ ലെറ്ററൊക്കെ വേണമായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ അങ്ങനെ ജീവിച്ചു പോയി. അപ്പോൾ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം, ഞാൻ പണ്ടേ മുതൽ ഒരുപാട് ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്തും എനിക്ക് കോളേജിൽ പല പല ഡ്രസ്സുകളൊക്കെ, ഓഫീസിൽ പല പല ഡ്രസ്സുകൾ ഇട്ടിട്ട് പോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ അവിടെ കോയമ്പത്തൂർ ഒരു കടയുണ്ട്, അവിടെ ഇങ്ങനെ വഴിയിലിട്ട് ഡ്രസ്സുകൾ വെക്കുന്നത്. അവിടെ നല്ല അടിപൊളി ടോപ്പുകളുണ്ടാവും. പക്ഷേ 20 രൂപ 30 രൂപയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ സാലറി കിട്ടുന്ന സമയത്ത് ഈ ഒരു 3-4-5 ടോപ്പുകൾ വാങ്ങും 20 രൂപ. എന്നിട്ട് അത് ഞാൻ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്തിട്ടൊക്കെ പോകും. അപ്പോൾ സ്റ്റൈൽ ചെയ്ത് പോകുമ്പോൾ അതൊരു 30 രൂപയുടെ ടോപ്പാണെന്നൊന്നും പറയത്തില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ. മാത്രമല്ല എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നി, അവിടെ ഒരു ഫുഡുണ്ട് കാല എന്ന് പറഞ്ഞിട്ട്, ആ ഒരു മഷ്റൂമിൻ്റെ ഒരു കറി പോലെ. അപ്പോൾ ആ സംഭവം കഴിച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കല. അപ്പോൾ രാത്രി ഓഫീസ് വിട്ട് വരും കഴിയുമ്പോൾ ഈ സാധനം മാത്രം ഞാൻ വാങ്ങും. ഞാൻ ഈ ഒരു കാരണം അത് 25 രൂപയേ ഉള്ളൂ. അപ്പോൾ ആ സാധനം വാങ്ങിക്കാറുണ്ട്. പിന്നെ ഈ ചിലവുകളൊക്കെ കഴിഞ്ഞാലും വേറെ ഒരു ടാസ്ക് ഉണ്ട്. ആദ്യത്തെ 6 മാസം നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പിന്നീട് എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാനുള്ളത്, കാരണം ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കണം. അപ്പോൾ 5000 രൂപ വീട്ടിൽ കൊടുത്ത് 5000 രൂപ ഹോസ്റ്റലിൽ കൊടുത്തിട്ട് പിന്നെ ബാക്കി 3 ഉള്ളൂ. അപ്പോൾ അതിനകത്ത് പോവാൻ അപ്പ് ആൻഡ് ഡൗൺ ചിലവുകളുണ്ടാവും, എഡ്യൂക്കേഷൻ ലോണും ഉണ്ടാവും. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, ഞാൻ ആ എഡ്യൂക്കേഷൻ ലോണിലുള്ള പൈസയും ആ ഒരു ഇതിന്ന് ഞാൻ സേവ് ചെയ്ത് കാരണം അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കൂടെയുള്ള ആൾക്കാർ കാരണമാണ്. ഇപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് എൻ്റെ കയ്യിൽ ബസ് കാശ് പോലും ഉണ്ടാവില്ല. കാരണം ഞാൻ ഫസ്റ്റ് വീട്ടിലയക്കും, ബാക്കി ചെയ്യും, എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും പൈസ. ചില സമയത്ത് എൻ്റെ ബസ് കാശ് പോലും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള ചേച്ചി, അഞ്ജന ചേച്ചിയാണ് അതൊക്കെ എടുക്കാറ്. എന്നിട്ട് ആ ചേച്ചിയോട് നീ ഇപ്പോൾ ഷെയർ ചെയ്യണ്ട, സാരമില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ, അത് മേടിച്ച് അതിന് കൊടുക്കണ്ടേ, പക്ഷേ എന്നോട് പറയും സാലറി ആകുമ്പോൾ തന്നാൽ മതി. അങ്ങനെ ആ ചേച്ചീനെ ഒരുപാട് നോക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല കോവിഡ് ടൈമിലെല്ലാം ഞങ്ങൾ കോവിഡ് കഴിഞ്ഞപ്പോൾ അവിടെ പെട്ടുപോയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹോസ്റ്റലിൽ അല്ലെങ്കിൽ തന്നെ ഫുഡില്ല, ഉച്ചയ്ക്ക് സാമ്പാറും ചോറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് കുറേ സാധനങ്ങളൊക്കെ ആ ഒരു സമയത്ത് കട തുറക്കത്തുള്ളൂ. ആ സമയത്ത് പോയി സാധനങ്ങൾ വാങ്ങിക്കണം. സത്യം പറയുന്നത് വിശപ്പിൻ്റെ വില ഞാൻ അറിഞ്ഞിട്ടുള്ളത് ആ സമയത്താണ്. രാവിലെ പോയിട്ട് ബ്രെഡ് അവിടെ നിന്ന് മേടിക്കും, കടയിൽ പോയി മേടിക്കും. അങ്ങനെ ആ ബ്രെഡും മുട്ടയും മാത്രം കഴിക്കും. അതിന് ശേഷം പിന്നീട് ബ്രെഡ് മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് പാൻ ഉണ്ടായിരുന്നു ഹോസ്റ്റൽ റൂമിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ ആ മുട്ട വറുത്തത് ഉണ്ടാക്കും. പിന്നെ ഉച്ചയ്ക്ക് ഇവർ വരുന്ന ചോറ് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ കുറേ ദിവസങ്ങൾ, 1 മാസത്തോളം ഞങ്ങൾ കോയമ്പത്തൂർ പെട്ട് കിടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ലൈഫിലെ എല്ലാ പാഠങ്ങളും പഠിച്ചിട്ടുള്ളൊരു സമയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആരുമില്ല, എൻ്റെ ഫാമിലി ഇല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും ഇല്ല. അന്ന് ഞാൻ 2-3 മാസമായിട്ട് കണ്ടിട്ടുള്ള ഈ വ്യക്തികൾ മാത്രമേ എൻ്റെ ലൈഫിലുണ്ടായുള്ളൂ. അവർക്ക് വേണമെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാതിരിക്കുമായിരുന്നു. പക്ഷെ അവർ എന്നെ സമയത്ത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആസ് എ ഫാമിലി മെമ്പർ. എനിക്ക് അവർ, അതായത് അരുണണ്ണ, ദിനേശണ്ണ, ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൊലീഗ്സ്, അത് ഞാൻ ഒരിക്കലും പറയില്ല. അവർ ശരിക്കും എൻ്റെ ഫാമിലി മെമ്പറിനെ പോലെ തന്നെ ഭക്ഷണം മേടിച്ചു തരുമായിരുന്നു. ഫിനാൻഷ്യലി എനിക്ക് ബസ് കാശില്ല എന്നുള്ള സമയത്ത് എനിക്ക് ബസ് കാശ് തരുമായിരുന്നു. ഞാൻ സാലറി വരുമ്പോൾ കൊടുക്കും കേട്ടോ. പക്ഷെ ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രഗിൾ ചെയ്തൊക്കെ സമയം എനിക്ക് തോന്നുന്നു അന്ന് കിട്ടിയ കുറേ ധൈര്യവും തോക്കില്ല എന്നുള്ള കുറച്ച് എന്താ പറയുക കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് പിന്നീട് മുന്നിലേക്ക് എത്തിച്ചതെന്ന്. അങ്ങനെ കോവിഡ് ആയപ്പോൾ ഞാൻ വീഡിയോസൊക്കെ പണ്ടേ വീഡിയോസ് ചെയ്യുമായിരുന്നു കേട്ടോ. വീഡിയോസ് ചെയ്യുന്നത് ഈ ഓഫീസിൽ ചെയ്യുമ്പോൾ തന്നെ ഓഫീസിൽ അത് ബ്രേക്ക് ടൈമിൽ പോയിട്ട് മേലെ ടെറസിൽ പോയിട്ട് വീഡിയോസൊക്കെ ചെയ്യും. അപ്പോൾ ഇവരൊക്കെ സപ്പോർട്ടാണ്, ഈ കൂടെയുള്ള ചേട്ടന്മാരൊക്കെ ഭയങ്കര സപ്പോർട്ടായതുകൊണ്ട് അവർ വീഡിയോ ഒക്കെ എടുത്ത് തരുമായിരുന്നു. വാഷ്റൂമിൽ പോയി വീഡിയോസ്, വലിയൊരു അടിപൊളി വാഷ്റൂമാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് മിററിൻ്റെ മുന്നിൽ നിന്ന് വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കോവിഡ് ആയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ബ്രേക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഡെയിലി വീഡിയോ ചെയ്യും. അന്ന് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ആ ഹോസ്റ്റലിൽ വെച്ച ഡ്രസ്സല്ലേ, അത് ചേച്ചിയുടെ ഡ്രസ്സ് മാറിയിടും, എൻ്റെ ഡ്രസ്സ് മാറിയിടും. ഉച്ചയ്ക്ക് പട്ടിണിയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നേരം ഫുഡല്ലേ ഉള്ളൂ. എന്നിട്ടും വീഡിയോ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ വീഡിയോ ചെയ്ത് ഏകദേശം കോവിഡ് ടൈമിൽ തന്നെ അവിടെ ആ 1 മാസം പെട്ട് കിടന്നപ്പോൾ തന്നെ എനിക്ക് 1 lakhs ഫോളോവേഴ്സായി ടിക്ടോക്കിനകത്ത്. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ വീഡിയോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു.
അപ്പോഴെപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുടെ ഇടയിലാണ്. പക്ഷെ പ്രശ്നങ്ങളുടെ ഇടയിലായാലും പോലും ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് എന്നെ തന്നെ ആലോചിക്കുമ്പോൾ നല്ല കാര്യമായിട്ട് തോന്നണത്. അന്ന് എനിക്ക് നല്ലൊരു ഫോണില്ലായിരുന്നു എന്നൊക്കെ വിചാരിച്ച് ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരുന്നായിരുന്നു, ഞാൻ അവിടെ ഇരിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് വീഡിയോ ഒക്കെ ചെയ്തു, അങ്ങനെ നിങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങി. പിന്നെ ഞാൻ നാട്ടിൽ വന്നു ഫ്രണ്ട്സ് വർഷയും കാറ്റിനെയും കുത്തിയെഴുന്നേപ്പിച്ചിട്ട് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചു. അങ്ങനെ ടിക്ടോക്ക് ബാനായി, പിന്നെ ഇൻസ്റ്റയിലേക്ക് വന്നു, പിന്നെ രാമൂട്ടം പറഞ്ഞതാക്കിയിട്ട് യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞാൽ വീഡിയോസൊക്കെ വൈറലായി. ഇതൊക്കെ ഒരു ഡെസ്റ്റിനിയാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കാറുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു നാൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ ഈ യൂണിവേഴ്സലിൻ്റെ വിശ്വസിക്കുക എന്നുള്ളത് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ മറന്നുപോയ ഒരു ആഗ്രഹമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡാൻസ് ക്ലാസ് അല്ലെങ്കിൽ ഡാൻസ് സ്റ്റുഡിയോ എന്ന് പറയണത്. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഞാൻ പോലും അറിയാതെ എന്നെ അതിലേക്ക് ആ ഡെസ്റ്റിനി കൊണ്ട് എത്തിച്ചു. പക്ഷെ അതിൽ നമ്മുടെ എഫേർട്ടും വേണം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലായി പോയിട്ടോ. കാരണം എന്ന് പറയാനായിട്ട് ഇപ്പോൾ പല കുട്ടികളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് കുട്ടികളുണ്ട്, അവർക്ക് ഒരുപാട് നിലയിലേക്ക് എത്താൻ ആഗ്രഹമുണ്ട്. പക്ഷെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻസിലുണ്ടാവും. പക്ഷെ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങിയ സ്റ്റാർട്ട് ഫ്രം യുവർ സ്ക്രാച്ച്, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. അതിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അവിടെ എത്തിയിരിക്കും. പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. പെർസിസ്റ്റൻസ് എന്തായാലും വേണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ മുന്നിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും സക്സസ് കിട്ടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈം ലൈറ്റ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നൊരു വൃന്ദ അർജുൻ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ ഈ ഒരു കാലം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയുടെ ബുദ്ധിമുട്ട്, വിശപ്പിൻ്റെ വിഷമം, ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത്. അപ്പോൾ പണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇപ്പം നമ്മൾ ഈ ഡെയിലി വ്ളോഗിലൊക്കെ ഇടുന്ന സമയത്ത് കുറേ സ്ഥലത്ത് പോയി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്ന വീഡിയോ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഫുൾ ടൈം പുറത്തുനിന്നാണല്ലോ എന്ന്. വേറൊന്നുമല്ല, പണ്ട് കഴിക്കാൻ പറ്റാത്തതിൻ്റെ ആഗ്രഹം തീർക്കാണ്. അതായത് നമ്മുടെ ആ ഒരു ഇന്നർ ചൈൽഡിനെ ഒന്ന് ആശ്വസിപ്പിക്കാം, അന്ന് കഷ്ടപ്പെട്ട ഒന്നും വെറുതെ അല്ല എന്ന് പറയാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഒന്ന് നിങ്ങളടുത്ത് ഈ ഒരു ജേർണി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റ ബൈ ബൈ.